മഴക്കാലം വരലായല്ലോ ചേച്ചിയല്ലേ? മഴക്കാലം വരലായി. ഈ ഡെങ്കി ആയി ചെറുപുഴയെല്ലാം ഡെങ്കി എത്തിയോലോ. ഇനിയിപ്പം 5000 രൂപന്ന് പിഴ എല്ലാം എന്തെന്ന് പിന്നെ ചിരട്ടയെല്ലാം കമത്തിയില്ലെങ്കിൽ പാള അത് കമത്തി വെക്കണം. പിന്നെ പാള അയ കെട്ടിയിട്ട് പാള ഇനി തൂക്കണം, തൂക്കിയിടണം. എന്നാ വെള്ളം അതിൽ അങ്ങനെ പോകും. പിന്നെ 5000 രൂപ പിഴ. പിന്നെ ചെടിച്ചട്ടി എല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ ഇടക്കിടക്കേ പോയി നോക്കണം വെള്ളം നിറയുന്നുണ്ടോ. ഒരു പ്ലേറ്റ് കണക്കത്തെ വെള്ളം കെട്ടി അതില് കൊതുക് മുട്ടയിടും. ഇടക്കിടക്കേ മാറ്റി ഐസ്ക്രീമിന്റെ ഇത് പോരെ? മതി മതി മതി. അതല്ലേ. അല്ല നമ്മള് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറെ രോഗം പിന്നെ തീർച്ചയായിട്ടും പഞ്ചായത്ത് നാട് വരും, ഹെൽത്ത് നാട് വരും. അതന്നെ പറയുന്നത്. അതന്നെ. അതെ അതെ. അല്ല നിന്റെ വീടെന്ന് മാത്രല്ല നിന്റെ ചുറ്റുവട്ടത്തും നിന്റെ വീടിന്റെ അവരവരുടെ അല്ലേ അവരവരുടെ വീട് വൃത്തിയാക്കിയാൽ അതുമല്ല ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് ഇവിടെ നല്ല കൊതുകുണ്ട്. മതി വെള്ളം കെട്ടിക്കിടന്നാലും മതി. ഒന്നാതെ പനിയാന്ന് ഇപ്പൊ എല്ലാം. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് അമ്പലത്തിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. എന്നിട്ട് പറയുന്നു നമ്മള് വീടിന്റെ അടുത്തൂടെ കുറച്ച് ചിരട്ടയ്ക്കകത്ത് വെള്ളം ഇട്ടിട്ട് നമ്മള് വീടിന്റെ മുറ്റത്തിന്റെ സൈഡിൽ കൂടെ നമ്മള് വെക്കുക. 3-ാം ദിവസം അത് എടുത്തിട്ട് മറിക്കണം എന്ന്. അന്നേരം അതിനകത്ത് കൊതുക് വന്ന് മുട്ടയിടും, എന്നിട്ട് അത് മറിക്കണം എന്ന് എന്റെ കൂടെ പഠിച്ചൊരു വന്ന് പറഞ്ഞതാ. അങ്ങനെ ചെയ്താൽ മതി. അവരങ്ങനെ അതന്നെ കാണൂല. അതന്നെ അതുമല്ല ഇപ്പൊ ഡെങ്കിപ്പനിയൊക്കെ എവിടെയൊക്കെ ആയെന്നും പറയുന്നത് ചെറുപുഴ തന്നെ ആയി. ശ്രദ്ധിച്ചാ അല്ല സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞ മാതിരി നമ്മളെ കടമ. അതെ അതെ അതെ. പിന്നെ അതുമല്ല ഈ അടുത്തടുത്ത് അതെ എല്ലാരും അങ്ങനെ വിചാരിച്ചാ അടുത്തടുത്ത് വീടെല്ലാം ഇല്ലടുത്താണ് കൂടുതൽ ഇത് വരുന്നതാ പറയുന്നത്. അതെ അതെ അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ വലിയ കാര്യമാണോന്ന് ഒരുപാട് നല്ല കാര്യമാണ്. പിന്നെ ഇവര് പഞ്ചായത്തിൽ നിന്നൊക്കെ വരുമായിരിക്കും അല്ലേ? അല്ല ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാര് വന്നു എന്ന് പറയുന്നുണ്ടായിന്. അവര് പറയാതെ വരില്ല, എന്നാലും അറിയില്ലോ. 5000 രൂപ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാരും ഒന്നാമത് ഇപ്പൊ എല്ലാരും ഈ മഴക്കാലം കൂടി ആവുമ്പോ തൊഴിലും ഇല്ല. പിന്നെ അത് ഭയങ്കര. പക്ഷെ അന്നേരം നമ്മൾ അത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കും അല്ലെ? 5000 രൂപ അടയ്ക്കേണ്ടി വന്നാലോ എന്നോർത്തിട്ട് അതെ കൂടുതലും ശ്രദ്ധിക്കും. ഇപ്പം കൊറേ കുടുംബശ്രീക്കാർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവരെന്നെ പോയി ഞാനായാലും പോയിട്ട് ചെയ്യുന്നുണ്ട്. 4 പേര് കൂടി പോയി. ഇല്ല എന്നാലും ഇപ്പൊ ഒത്തിരി മാറ്റില്ലേ? പണ്ടത്തെ ഒരു വീട്ടിലൊരു മാലിന്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ചക്ക കൊത്തിരില്ല. പണ്ടെല്ലാം നമ്മ തൈര ചൂട്ടിലാടെ മിറ്റ് തന്നെ തൈര ചൂട്ടില്. ഇപ്പൊ അങ്ങനെ ഇടുന്നില്ലല്ലോ. ഇപ്പൊ അത് ബയോബിനിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടും. പിന്നെ മഴക്കുഴി എന്ന് പറഞ്ഞിട്ട് ഇടുന്നില്ലേ അമ്പേച്ച്? മഴക്കുഴി അതിലേക്ക് ഇടും. അതിലേക്ക് ഇട്ടാലും പിന്നെ അത് ചീഞ്ഞ് ശ്രദ്ധിച്ചാ നല്ല വളമാണ് ചക്കയുടെ ഇതൊക്കെ. ചോട്ടിലോട്ട് കൊണ്ടിടുക. ആടുന്നില്ല കൊതുക് വരുന്നേ. അതെ. ഇപ്പം പറമ്പിലോട്ടൊന്നും ഇറങ്ങാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതെ അതെ. അപ്പൊ അവരുടെ പറമ്പ് അവരെന്നെ വൃത്തിയാക്കുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അതെ അവനവന്റെ പറമ്പ് അവനവൻ വൃത്തിയാക്കുവാണെങ്കിലേ റബ്ബറിന്റെ ചട്ടിയെല്ലാം എടുത്തൊന്ന് അതെ. കൊറേ പാളി ഉണ്ടാകുന്നെല്ലാം കൂട്ടി പാള എങ്ങനെ പിന്നെ കയറ് കെട്ടിയിട്ട് മല പോലെ തൂക്കിയിട്ടിരുന്നാല് കീറണം. കീറിയിട്ട് കഴിക്കുന്നത്. അതെ 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 അതെ. കീറി അങ്ങനെ ഇട്ടെന്നാ അല്ലേ കൊതുക് ശല്യം നമുക്ക്
ഒരുപാട് കുറേ ഒഴിവാക്കി നമ്മളെന്നെ സൂക്ഷിച്ചാൽ നമുക്ക് അത് തന്നെ അതെ 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 പനികളിൽ നല്ല മാറ്റം രോഗങ്ങളിൽ മാറ്റാൻ പറ്റും മാറ്റം മഴ ഒന്നുമില്ല പിന്നെ മഴ പോയാലോ പോയാലോ അമ്പലത്തിലും പോകേണ്ട സമയമായി പോയേക്കാം. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 99477715